എല്ലാവർക്കും നമസ്കാരം. ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, കുറെ കാലം മുമ്പ് പളുങ്കുപോലെ ഒഴുകിയിരുന്ന നദികളൊക്കെ മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഇടങ്ങളായി തീർന്നിരിക്കുന്നു. അതുപോലെ തന്നെയാണ് മനുഷ്യജീവിതവും. മലീമസമായ മനുഷ്യജീവിതം ഈ സമൂഹത്തിൽ വിതയ്ക്കുന്ന ദുർഗന്ധവും പ്രതിസന്ധിയും വളരെ വലുതാണ്. മലീമസമായ നദികളെ പുനരുജ്ജീവിപ്പിക്കാൻ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തിന്മകളാൽ മലീമസമായ മനുഷ്യജീവിതത്തെ വീണ്ടെടുക്കുക എന്നുള്ളത്. വിഷലിപ്തമായ ജീവിതത്തെ നോക്കിക്കൊണ്ട് വിഖ്യാത എഴുത്തുകാരൻ വിക്ടർ ഹ്യൂഗോ കുറിച്ചത് കറുത്ത സന്തോഷം എന്നാണ്. കറുത്ത സന്തോഷങ്ങളിൽ അഭിരമിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. ഒരുപക്ഷെ അതൊരു മാനസിക വിക്രിയയാകാം, സാഡിസം പോലെയുള്ള ഭാവമാകാം. ക്രൂരതകളിൽ അഭിരമിക്കുന്നവരാണ് അങ്ങനെയുള്ളവർ. സ്വന്തം ജീവിതത്തെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ ഈശ്വരബോധ്യത്തെക്കുറിച്ചോ ഒരു വിചാരവുമില്ലാതെ ജീവിക്കുന്നവർ. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് വീണ്ടെടുക്കണ്ടേ? ഒരു നദി ഡ്രഡ്ജൊക്കെ ചെയ്ത് മാലിന്യങ്ങളൊക്കെ നീക്കി ഭംഗിയാക്കി സൂക്ഷിക്കുന്ന പോലെ നമ്മുടെ ജീവിതം വൃത്തിയാക്കുന്നതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ അനുതാപം എന്നുള്ളതാണ്. ചിന്തകനായ സെനക്ക എഴുതുന്നു, "The first step in a person's salvation is knowledge of their sin" എന്നാണ്. പാപം ശീലമായപ്പോൾ, പാപമായിട്ടേ തോന്നാത്ത ഒരു കാലത്തിന്റെ നടുവിൽ ഒരു മനുഷ്യൻ അയാളുടെ ചെയ്തികളിലെ കുറവുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചെയ്തു പോയ വീഴ്ചകൾ മനസ്സിലാക്കുമ്പോൾ അതിനെ സംബന്ധിച്ചൊരു പ്രക്കിങ് നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. അതിനെ ഓർത്ത് അനുദപിക്കും. മനുഷ്യ ജീവിതത്തെ വീണ്ടെടുക്കാനുള്ള ആദ്യത്തെ പടി അനുതാപമാണ്. തുടർന്ന് ദൈവസന്നിധിയിൽ ആ പാപത്തിന്റെ ഏറ്റുപറച്ചിലും അതോടൊപ്പം തന്നെ പുതിയ ജീവിതത്തെ പറ്റിയുള്ള ഒരു നല്ല കാഴ്ചപ്പാടും രൂപപ്പെടുത്തണം. D.L. മോഡി എഴുതുന്നുണ്ട്, "The Bible will keep you from sin, or sin will keep you from the Bible." തിരുവചനം വായിക്കുന്നതും പഠിക്കുന്നതും ധ്യാനിക്കുന്നതും അത് പ്രവൃത്തിഭാഗത്തിൽ കൊണ്ടുവരുന്നതും നമ്മളെ പാപത്തിൽ നിന്ന് അകറ്റും. എന്നാൽ പിശാചും പാപവും എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന തന്ത്രമാണ്. വിശുദ്ധ വചനവും ജ്ഞാനം തമ്മിലുള്ള ദൂരം എത്രത്തോളം ഉണ്ടെന്ന് ഒന്ന് സ്വയം തിരിച്ചറിഞ്ഞ്, മാലിന്യം മൂലം കറുത്തുപോയ നദികളെ പറ്റിയുള്ള വിലാപം നമ്മുടെ ഹൃദയത്തിൽ ഉയരുന്നത് പോലെ പാപം മൂലം കറുത്തുപോയ ഒരു ജീവിതത്തെ പറ്റി നമ്മൾ കണ്ണീരൊഴുക്കണം. അനുതാപത്തിന്റെ കണ്ണുനീർ മഴയിൽ ഈ ജീവിതത്തെ കഴുകി വെളുപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ദുർഗന്ധം വമിച്ച് ജീവിതമാകുന്ന നദി ഇങ്ങനെ ഒഴുകുന്നതിനേക്കാൾ എത്രയോ ചന്തമാണ് കുളിർമയും സ്നേഹവും വിതച്ച് ഒഴുകുക എന്നുള്ളത്. സദൃശ്യവാക്യങ്ങൾ 13-ാം അധ്യായം 21-ാം വാക്യം, "ദോഷം പാപികളെ പിന്തുടരുന്നു, നീതിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും." ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിലേക്ക് ഉയർത്താം. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. കാരുണ്യത്താൽ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുന്നല്ലോ. അങ്ങ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തെളിമയുള്ള ജീവിതമാണ്. ഈ ഭൗമ ജീവിതത്തിനിടയിൽ ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ടുമല്ലാതെയും വിവിധം പാപത്തിന്റെ മാലിന്യങ്ങൾ ഞങ്ങൾ വന്ന് അടിയുന്നു. ജീവിതത്തിന്റെ തെളിമ വീണ്ടെടുക്കുവാൻ അനുദപിക്കുന്ന ഹൃദയം ഞങ്ങളിൽ ഉണ്ടാകണമേ. തിരുവചനത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ബുദ്ധിയിൽ നിറയ്ക്കണമേ. നന്മയും തിന്മയും തിരിച്ചറിയുവാൻ
അവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ. എല്ലാ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രായമായവരുടെ പ്രത്യാശയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.